നമസ്കാരം. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്ററായ വേവ് മോഷനാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഓൺലൈനായിട്ട് കാണാൻ കഴിവതും ശ്രമിക്കുക. അപ്പോൾ വേവ് മോഷൻ എന്താണ്? ഈ വേവ്സ് എന്ന് പറഞ്ഞാൽ, വേവ്സ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്കെല്ലാം ആദ്യമായിട്ട് വരുന്ന കാര്യം എന്താണ്? തിരമാല ഇല്ലേ? തിരമാലയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു വേവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം വാട്ടർ സർഫസിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ് ഈ വേവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ തിരമാല എന്ന് പറയുന്നത്. അതായത് വാട്ടർ സർഫസിൽ ഇങ്ങനെയാണ് ഉയർന്നും താന്നും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നതല്ലേ? ദാറ്റ് ഈസ് ദ വേവ്സ്. മനസ്സിലായല്ലോ? നമുക്കറിയാം, ഒരു നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമ്മളൊരു കല്ലെടുത്തിടുക. ഈ കല്ലെടുത്തിടുമ്പോൾ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഓളങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ഓളങ്ങൾ എങ്ങനെയായിരിക്കും? നമ്മളൊരു കല്ലെടുത്തിട്ട് കഴിയുമ്പോൾ ആ ഓളങ്ങൾ എങ്ങനെയായിരിക്കും? അതൊരു വൃത്താകൃതിയിൽ സ്പ്രെഡ് ചെയ്ത് പോവില്ലേ? സ്പ്രെഡ് ചെയ്ത് അത് മറ്റു ഭാഗങ്ങളിലേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ നിശ്ചലമായിട്ടിരിക്കുന്ന ആ വെള്ളത്തിന് മേളിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ ഡിസ്റ്റർബൻസ് അതിൻ്റെ ഒറിജിനിൽ നിന്നും ഇങ്ങനെയാണ് സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഒരു പാത്രത്തിനുള്ളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇടുവാണെന്ന്, അല്ലെങ്കിൽ ഒരു വെള്ളത്തുള്ളി ആണെങ്കിലും അതിലേക്ക് വീഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോൺസെൻട്രിക് ആയിട്ട്, അതായത് സർക്കിൾ രീതിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന കാണാം. ആ ഡിസ്റ്റർബൻസിൻ്റെ ഒറിജിൻ എവിടെയാണ്? വെള്ളം വന്ന് വീഴുന്ന വാട്ടർ ഡ്രോപ്പ് ആ വെള്ളത്തിനുള്ളിലേക്ക് വന്ന് വീഴുന്ന ആ പൊസിഷനിൽ നിന്നാണ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് അല്ലേ? ആ ഡിസ്റ്റർബൻസ് എന്നിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഡിസ്റ്റർബൻസ് അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? ഒറിജിനിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സർഫസിലേക്കാണ് ആ ഡിസ്റ്റർബൻസ് പോകുന്നത്. അപ്പം ദാറ്റ് ഡിസ്റ്റർബൻസ് ഈസ് എ വേവ്സ് അല്ലെങ്കിൽ വേവ് മോഷൻ എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആ ഡിസ്റ്റർബൻസിന് പറയുന്നതാണ് വേവ് മോഷൻ. ക്ലിയർ ആയല്ലോ? ഇനി ഇതുപോലെ തന്നെ ഒരു പാത്രത്തിൽ നിങ്ങൾ വെള്ളം എടുക്കുക. ആ വെള്ളത്തിന് ഉള്ളിലേക്ക് കുറച്ച് തെർമോക്കോളോ അല്ലെങ്കിൽ പേപ്പറോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുരുട്ടി അങ്ങ് ഇടുക. നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി ആ പാത്രത്തിനെ നിങ്ങൾ ഒന്ന് ടാപ്പ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇടുക, അല്ലെങ്കിൽ എന്താണ് ഒരു വാട്ടർ ഡ്രോപ്സ് ആണെങ്കിലും ആ പാത്രത്തിൽ ഇരിക്കുന്ന വെള്ളത്തിൻ്റെ അകത്തേക്ക് വീഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലിട്ട പേപ്പർ അല്ലെങ്കിൽ തെർമോക്കോളിനും അവിടെ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ആ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? അത് ആ പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ട്, അതായത് ആ തെർമോക്കോളോ അല്ലെങ്കിൽ പേപ്പർ കഷ്ണങ്ങൾ അത് എവിടെയാണ് ഇരിക്കുന്നത് ആ പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം അവിടെ ഉണ്ടാകുന്ന വേവ്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? വേവ്സ് ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതായത് ഒറിജിനിൽ നിന്നും വേവ്സ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ആ പ്രൊപ്പഗേഷൻ, അതായത് ആ വേവ്സ് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണോ ഈ തെർമോക്കോളോ അല്ലെങ്കിൽ പേപ്പർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്? അല്ലല്ലോ, അതേ ഡയറക്ഷനിലല്ലല്ലോ മൂവ് ചെയ്യുന്നത്. അവിടെ ഇട്ട വസ്തു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഒരിക്കലും എന്താണ് ആ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, വേവ്സ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ വേവ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരു എനർജി തന്നെയാണ് ഉണ്ടാകുന്നില്ല. ആ എനർജി മൂലമാണല്ലോ ഈ തെർമോക്കോൾ അവിടെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്തത്. അവിടെ എനർജി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുമോ? ഇല്ലല്ലോ. അങ്ങനെ അതേ സ്റ്റഡി സ്റ്റേറ്റിൽ തന്നെ നിൽക്കത്തല്ലേ ഉള്ളൂ. അപ്പോൾ വേവ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വേവ് എന്ന് പറഞ്ഞാൽ എനർജി തന്നെയാണ്. ആ എനർജി ഒരു റീജിയനിൽ നിന്നും മറ്റൊരു റീജിയനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേവ് മോഷനിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ആ എനർജി, ഒരു പാർട്ടിക്കിൾ ഉണ്ടാകുന്ന എനർജി അതെങ്ങനെയാണ് ഒരു പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ ഒരു റീജിയനിൽ നിന്നും മറ്റൊരു റീജിയനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് എ വേവ് മോഷൻ. അപ്പോൾ വേവ് മോഷൻ എന്താണ്? ഒരു വൈബ്രേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മളൊരു ഡെസ്കിലൊന്ന് ടാപ്പ് ചെയ്യുക, ഡെസ്കിലൊന്ന് അടിക്കുക. ഡെസ്കിൽ അടിക്കുമ്പോൾ എന്താണ് അവിടെ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനൊരു ചെറിയൊരു ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാകുന്നുണ്ട് അല്ലേ? ആ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനമാണ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൽ ഉണ്ടാകുന്ന ആ കമ്പനം മൂലം എന്താണ്? എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. എനർജി ഒരു റീജിയനിൽ നിന്നും അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് എനർജി അവിടെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ വേവ് മോഷൻ. അപ്പോൾ വേവ് മോഷൻ എന്താണ്? ദാറ്റ് ഈസ് വേവ് മോഷൻ ഈസ് എ പ്രൊപ്പഗേഷൻ ഓഫ് ഡിസ്റ്റർബൻസസിൻ്റെ പ്രൊപ്പഗേഷനാണ്. ഡിസ്റ്റർബൻസ് ആണ് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ആ ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാകുന്നത്? ആ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ മൂലം, പാർട്ടിക്കിൾസിൻ്റെ കമ്പനം മൂലം അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് അതെങ്ങനെയാണ്? അത് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു പോകുന്നു. ദാറ്റ് ഈസ് എ വേവ് മോഷൻ. അപ്പോൾ വേവ് മോഷൻ ഈസ് എ പ്രൊപ്പഗേഷൻ ഓഫ് ഡിസ്റ്റർബൻസസ്
produced in one part of the medium to the other part. എങ്ങനെയാണ്? By vibration of the particles. പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ മൂലം ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് എന്താണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ വൈബ്രേഷൻ അവിടെ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ വേവ് മോഷൻ ഈസ് എ പ്രൊപ്പഗേഷൻ ഓഫ് ഡിസ്റ്റർബൻസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു ദ അതർ പാർട്സ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഇറ്റ്സ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ മൂലം ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ഡിസ്റ്റർബൻസസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിന് പറയുന്നതാണ് എന്ത്? വേവ് മോഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ വേവ് മോഷൻ ഈസ് എ ഡിസ്റ്റർബൻസസ് ആണ്, ഒരു ഡിസ്റ്റർബൻസ് ആണ് വേവ് മോഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിന് വേവ് അവിടെ ഉണ്ടാകുന്നുണ്ടോ? വേവ് മോഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇല്ലല്ലോ. അതായത് നിശ്ചലമായിട്ടിരിക്കുമ്പോൾ അത് നിശ്ചലമായിട്ട് തന്നെ ഇരിക്കുന്നു. അതിലെന്തേലും നമ്മൾ എന്താണ് അതിലേക്ക് എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ വൈബ്രേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ പാർട്ടിക്കിൾസിന് അവിടെ വൈബ്രേഷൻ ഉണ്ടാകുന്നത്. ആ വൈബ്രേഷൻ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ വേവ് മോഷൻ എന്ന് വെച്ചാൽ ഡിസ്റ്റർബൻസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ വേവ് മോഷൻ നമ്മൾ എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം? നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, വാട്ടർ സർഫസിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ്. അതൊരു വേവാണ്. വേവ്സ് ഫോംഡ് ഓൺ ദ വാട്ടർ സർഫസ്. പിന്നെ എന്താണ്? സൗണ്ട് വേവ്സ്. നമ്മുടെ സൗണ്ട് ഉണ്ടല്ലോ, ഇതൊരു വൈബ്രേഷൻ തന്നെയാണ്. ഈ സൗണ്ട് വേവ്സ്, അതുപോലെ തന്നെ ലൈറ്റ് വേവ്സ്, പിന്നെ എന്താണ്? റേഡിയോ വേവ്സ് എന്നൊക്കെ കേട്ടില്ലേ? റേഡിയോ വേവ്സ്, ഇതെല്ലാം എന്താണ്? വേവ് മോഷന് എക്സാമ്പിൾസ് ആണ്. മനസ്സിലായല്ലോ? ഇനി ഈ വേവ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. നമ്മൾ പലതരത്തിലുള്ള വേവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. വാട്ടർ സർഫസിൽ ഉണ്ടാകുന്ന വേവ്സ്, സൗണ്ട് വേവ്സ്, ലൈറ്റ് വേവ്സ്, അതുപോലെ റേഡിയോ വേവ്സ് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള വേവ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് ഈ വേവ്സിന് ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വേവ്സിനെ നമുക്ക് പറയാം മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയാം. മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയാം. മനസ്സിലായില്ല? മെക്കാനിക്കൽ വേവ്സ്, അതായത് വേവ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വേവ്സിനെ പറയുന്നതാണ് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. ഇനി ഈ വേവ്സിന് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമില്ല എങ്കിൽ അങ്ങനെയുള്ള വേവ്സിനെ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. മനസ്സിലായല്ലോ? അപ്പം വേവ്സ് രണ്ട് തരത്തിലുണ്ട്. ദാറ്റ് ഈസ് എ മെക്കാനിക്കൽ വേവ്സ് ആൻഡ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. മെക്കാനിക്കൽ വേവ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മീഡിയം ആവശ്യമാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് മീഡിയം ആവശ്യമില്ല. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമുക്ക് അറിയാമായിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കമ്പൈൻഡ് ഫോമാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിത് ഏതൊക്കെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ വേവ്സ് നോക്കാം. മെക്കാനിക്കൽ വേവ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സൗണ്ട് വേവ് മെക്കാനിക്കൽ വേവ്സിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം വാട്ടർ സർഫസിൽ വേവ്സ് ഉണ്ടായില്ല, അതൊരു സർഫസിലല്ല, ഒരു മീഡിയത്തിലല്ലേ ആ വേവ്സ് ഉണ്ടായത്. അപ്പോൾ ആ വേവ്സ് ഒക്കെ എന്താണ്? മെക്കാനിക്കൽ വേവ്സിന് എക്സാമ്പിൾ ആണ്. ദാറ്റ് ഈസ് വേവ്സ് ഫോംഡ് ഓൺ ദ വാട്ടർ സർഫസ്. ഇതെല്ലാം മെക്കാനിക്കൽ വേവ്സ് ആണ്. മനസ്സിലായല്ലോ? അതായത് ഒരു മീഡിയം ആവശ്യമുണ്ട്, വേവ്സിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വേവ്സിന് നമുക്ക് എന്ത് പറയാം? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയാം. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിൾ എന്തൊക്കെ പറയാം? റേഡിയോ വേവ്സ്, ലൈറ്റ് വേവ്സ്, ഇതൊക്കെ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. നമുക്കറിയാം ലൈറ്റ് വേവ്സിനൊന്നും ട്രാവൽ ചെയ്യാൻ പ്രത്യേകിച്ച് മീഡിയം ഒന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള വേവ്സിനെ പറയുന്നതാണ് ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അപ്പം എക്സാമ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് റേഡിയോ വേവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് വേവ്സ്, ഇതെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ മനസ്സിലായല്ലോ? മെക്കാനിക്കൽ വേവ്സും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും. മെക്കാനിക്കൽ വേവ്സ് ആണെങ്കിൽ അവിടെ ഒരു ട്രാവൽ ചെയ്യാൻ അതിനൊരു മീഡിയം ആവശ്യമുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമില്ല. എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. മെക്കാനിക്കൽ വേവ്സിന് എക്സാമ്പിളാണ് സൗണ്ട് വേവ്, അതുപോലെ തന്നെ വാട്ടർ സർഫസിൽ ഉണ്ടാകുന്ന വേവ്സ് മെക്കാനിക്കൽ വേവ്സ് ആണ്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിളാണ് റേഡിയോ വേവ്സ്, ലൈറ്റ് വേവ്സ്, ഇതൊക്കെ. ക്ലിയർ ആയല്ലോ? ഇനി ഈ മെക്കാനിക്കൽ വേവ്സിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. Transverse waves and the longitudinal waves, that is അനുപ്രസ്ഥ തരംഗം ആൻഡ് അനുദൈർഘ്യ തരംഗം. മലയാളത്തിൽ അനുപ്രസ്ഥ തരംഗം ആൻഡ് അനുദൈർഘ്യ തരംഗം, ദാറ്റ് ഈസ് ദ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് വെച്ചാൽ മീഡിയം ആവശ്യമുള്ള വേവ്സ് ആണ്. അതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്.
ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ട്രാൻസ്വേഴ്സ് വേഴ്സും ലോഞ്ചിറ്റ്യൂഡൽ വേഴ്സും എന്താണെന്ന് നോക്കാം. ട്രാൻസ്വേഴ്സ് വേഴ്സ് ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു കയറെടുത്ത് നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ഒരു സൈഡിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ആ കയറിൻ്റെ ഒരു സ്ഥലത്ത് ഒരു റിബൺ, റെഡ് നിറത്തിലുള്ളൊരു റിബൺ അവിടെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ കയറിൻ്റെ മറ്റേ അഗ്രം, സ്വതന്ത്രമായിട്ട് കിടക്കുന്ന അഗ്രത്തെ പിടിച്ചുകൊണ്ട് നമ്മൾ പതിയെ അത് ചലിപ്പിക്കുക. അപ്പോൾ ആ കയർ നമ്മളിങ്ങനെ ഒന്ന് ചലിപ്പിക്കാതെ താഴേക്കും മുകളിലേക്കും ചലിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? വേവ്സ് ഉണ്ടാകുന്നുണ്ട്, തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ ആ റിബണും അവിടെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ. റിബണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? അപ്പ് ആൻഡ് ഡൗൺ, മുകളിലോട്ടും താഴോട്ടുമാണല്ലോ റിബൺ മൂവ് ചെയ്യുന്നത്, ശരിയല്ലേ? ആ റിബണിൻ്റെ പൊസിഷൻ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആ റിബൺ എവിടെയാണോ കെട്ടിവെച്ചിരിക്കുന്നത് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് അത് മുകളിലോട്ടും താഴേക്കും ചലിക്കുകയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? ആ വേവ്സ് അവിടെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വേവ്സ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് വേവ്സ് ഉണ്ടാകുന്നത്, ശരിയല്ലേ? ആ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വേവ്സ് ഉണ്ടാകുന്നത്. പക്ഷേ റിബണിന് അവിടെ സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. റിബണ് അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ അവിടെ ചലിക്കുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ വൈബ്രേഷൻ മൂലം റിബൺ എങ്ങനെയാണ് അപ്പ് ആൻഡ് ഡൗൺ, മുകളിലോട്ടും താഴോട്ടും ചലിക്കുന്നുണ്ട്. പക്ഷേ ആ വേവ്സിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്? വേവ്സിൻ്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ആ റിബണിൻ്റെ വൈബ്രേഷൻ, ശരിയല്ലേ? വേവ്സ് പോകുന്ന ഈ രീതിയിലാണ്, വേവ്സ് ഈ രീതിയിലാണ് പോകുന്നത്. അവിടെ ഉണ്ടാകുന്ന റിബണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? റിബൺ ഇങ്ങനെയാണ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതായത് വേവ്സിൻ്റെ പ്രൊപ്പഗേഷൻ, വേവ്സ് ഇങ്ങനെ പോകുന്ന ആ വേവ്സിൻ്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടെ എന്താണ് റിബണിൻ്റെ മൂവ്മെൻറ്റ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആ വേവ്സിനെ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ട്രാൻസ്വേഴ്സ് വേവ്സ്. അതായത് അവിടെ വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ വൈബ്രേഷൻ എങ്ങനെയാണ്? വൈബ്രേഷൻ അപ്പ് ആൻഡ് ഡൗൺ ആണ്. പക്ഷേ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഈ ഒരു ഡയറക്ഷനിലാണ് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേവ്സിൻ്റെ ആ ഡയറക്ഷൻ, വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് അവിടെ എന്താണ് വൈബ്രേഷൻ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള വേവ്സിനെ പറയുന്നതാണ് ദാറ്റ് ഈസ് എ transverse waves. അപ്പോൾ transverse wave is a wave in which the particles of the medium vibrate in a direction perpendicular to the direction of propagation of the waves. That is known as a ട്രാൻസ്വേഴ്സ് വേവ്സ്. മനസ്സിലായല്ലോ? അതായത് ആ വേവ്സിൻ്റെ തരംഗങ്ങളുടെ ചലനത്തിന് ലംബമായിട്ടായിരിക്കും അവിടെ ഉണ്ടാകുന്ന ആ പാർട്ടിക്കിൾസിൻ്റെ കണികകളുടെ കമ്പനം. ദാറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്സ്. ക്ലിയർ ആയല്ലോ? അപ്പം എ ട്രാൻസ്വേഴ്സ് വേവ് ഈസ് എ വേവ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ direction of the propagation of the waves. That is known as a transverse wave. ഇപ്പോൾ മനസ്സിലായല്ലോ ട്രാൻസ്വേഴ്സ് വേവ്? നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഉണ്ടാകുന്ന ആ റിബണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? അപ്പ് ആൻഡ് ഡൗൺ ആണ്. പക്ഷേ വേവ്സ് എങ്ങനെയാണ് പോകുന്നത്? വേവ്സ് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടെ റിബണിൻ്റെ മൂവ്മെൻറ്റ്. ദാറ്റ് ടൈപ്പ് ഓഫ് വേവ് ഈസ് നോൺ ആസ് എ ട്രാൻസ്വേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗം. ഇതിന് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുളത്തിലോ അല്ലെങ്കിൽ വെള്ളമുള്ള സ്ഥലത്ത് എന്തെങ്കിലും നമ്മൾ എന്താ കടലാസ് കൊണ്ടൊക്കെ വഞ്ചിയൊക്കെ ഉണ്ടാക്കില്ല, അത് ഇട്ട് ആ വെള്ളത്തിലേക്ക് ഇടുക. നമ്മൾ എന്താണ് എന്തെങ്കിലും ഓളം, എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമ്മളൊരു ഓളം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് അവിടെ എന്താണ് വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്, വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ എന്താണ് ആ വഞ്ചി അത് മൂവ് ചെയ്യുന്നില്ല, അത് അവിടെ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലേ? നമ്മളൊരു ജസ്റ്റ് ഒരു ഓളം ഉണ്ടാക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ നിന്നുകൊണ്ട് എന്താണ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യും, അത് ദൂരേക്ക് പോകുന്നില്ല. അതേസമയം വേവ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യും. നമ്മളൊരു കല്ല് വല്ലതും ഇടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വേവ്സ് എങ്ങനെയാണ്? വൃത്താകൃതിയിലല്ലേ, കോൺസെൻട്രിക് ആയിട്ടുള്ള വേവ്സ് ആണ്. അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവുകയാണ്. പക്ഷേ അവിടുത്തെ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ എങ്ങനെയാണ്? അത് അപ്പ് ആൻഡ് ഡൗൺ ആണ്. മനസ്സിലായല്ലേ? ദാറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. അതുകൊണ്ടാണ് ആ വഞ്ചി മൂവ് ചെയ്യാതെ അതേ പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയുള്ള വേവ്സിനെ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്സ്. അതായത് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? ആ വേവ്സിൻ്റെ ഡയറക്ഷനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വേവ്സ് ആണ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ഒരു ക്വസ്റ്റ്യൻ: explain why the disturbances in water could not make the paper boat move away from the shore. The waves formed on the water surface is transverse. The water particles move only up and down. The water particles do not move in the horizontal direction. So the paper boat could not move away from the shore. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്വേഴ്സ് വേവ്സിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഈ ഒരു രീതിയിലായിരിക്കും അവിടെ വേവ്സ് ഉണ്ടാകുന്നത്. ട്രാൻസ്വേഴ്സ് വേവ്സ്. മനസ്സിലായല്ലോ? ദിസ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്സ്. ക്ലിയർ ആയല്ലോ?
ഇനി ഈ വേവ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വേവ്സിന് നമ്മൾ പറഞ്ഞു ഉയർന്നും ഇരിക്കുന്നു താഴ്ന്നും ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മീൻ പൊസിഷൻ, അതായത് ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഉണ്ട്, ആ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് അത് ഉയർന്നും പോകും, അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് അത് താഴ്ന്നും പോകും. ഈ മീൻ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ ലൈൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ മീൻ പൊസിഷനിൽ നിന്ന് ഉയർന്ന ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ എത്തും, അതുപോലെ തന്നെ താഴ്ന്നും പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരെ എത്തും. അപ്പം ഈ ഉയർന്നിരിക്കുന്ന ഈ പോർഷനെ നമ്മൾ പറയുന്നതാണ് ക്രസ്റ്റ് എന്ന് പറയും. ക്രസ്റ്റ്. അപ്പോൾ ഈ ഉയർന്നിരിക്കുന്ന ആ പോർഷനെ നമ്മൾ പറയുന്നതാണ് ക്രസ്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ താഴ്ന്നിരിക്കുന്ന ആ മീൻ പൊസിഷനിൽ നിന്നും താഴ്ന്നിരിക്കുന്ന ആ പോർഷനെ പറയുന്നതാണ് ട്രഫ് എന്ന് പറയും. ക്രസ്റ്റ് ആൻഡ് ട്രഫ്. അപ്പോൾ ആ മീൻ പൊസിഷനിൽ നിന്നും ഉയർന്നിരിക്കുന്ന ആ പോയിന്റിനെ പറയുന്നതാണ് ക്രസ്റ്റ് എന്നും പറയും, താഴ്ന്നിരിക്കുന്ന ആ പോയിന്റിനെ പറയുന്നത് ട്രഫ് എന്നും പറയും. മലയാളത്തിൽ പറയാന്നുണ്ടെങ്കിൽ ശൃംഗം ഗർത്തം നമുക്ക് മലയാളത്തിൽ പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലേ? അപ്പം നമ്മൾ ഇതിനൊരു പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതൊരു എ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്, ഇത് ബി ആണ്, ഇത് സി, ഇത് ഡി, ഇ, എഫ്, ജി, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേര് കൊടുക്കാം. അതുപോലെ തന്നെ വാല്യൂസ് ഒന്ന് അടയാളപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് 0 സ്റ്റാർട്ട് ചെയ്യുന്നു, ഇത് 1, 2, 3 ഇവിടെ 4 ഇവിടെ 5 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, ഇവിടെ നമ്മൾ 8 കൊടുക്കാം, ഇവിടെ 9 ഉണ്ട്, ഇവിടെ 10, ഇവിടെ 11, ഇവിടെ നമുക്ക് 12 എന്നും ഇങ്ങനെ നമ്മൾ വാല്യൂസും ഡിസ്റ്റൻസും നമ്മൾ അടയാളപ്പെടുത്താമെന്ന് ചോദിച്ചു. അപ്പം ട്രാൻസ്വേഴ്സ് വേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ട്രാൻസ്വേഴ്സ് വേഴ്സിൻ്റെ ഹൈ പോർഷനെ നമ്മൾ പറയുന്നതാണ് ക്രസ്റ്റ് എന്ന് പറയും. താഴെയുള്ള പോർഷനെ മീൻ പൊസിഷനിൽ നിന്നും താഴെയുള്ള പോർഷനെ പറയുന്നതാണ് ക്രസ്റ്റ് എന്നും പറയും. മനസ്സിലല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫിഗറിൽ എത്ര ക്രസ്റ്റ് ഉണ്ടായിരിക്കും? ഏതൊക്കെയാണ് ക്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ക്രസ്റ്റ്. എ, ഇ, ഐ, എം ഇതെല്ലാം ക്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ ട്രഫ് ആണ്, സി, ജി, കെ ഇതെല്ലാം എന്താണ്? ട്രഫുകളുമാണ്. മനസ്സിലായല്ലോ? അപ്പം ക്രസ്റ്റ് ആൻഡ് ട്രഫ്. മനസ്സിലായല്ലോ? ക്രസ്റ്റും ട്രഫും. ഇവിടെ ഹയസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഏതൊക്കെ പോയിന്റുകളാണ്? ഇവിടെ ഒരു ഹയസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഇതൊരു ഹയസ്റ്റ് ആണ്. എ ഉണ്ട്, സി ഉണ്ട്, ഇ, ജി, ഐ, കെ, എം ഇതെല്ലാം ഹയസ്റ്റ് ആയിട്ടുള്ള, അതായത് മീൻ പൊസിഷനിൽ നിന്നും ഹയസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആ പോയിന്റുകളെന്നൊക്കെ പറയുന്നത്. ക്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന 4 പോയിന്റ്, അതുപോലെ തന്നെ ട്രഫ് ഇവിടെ 3 പോയിന്റ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? ട്രാൻസ്വേഴ്സ് വേവ്. A transverse wave is a wave in which the particles of the medium vibrate in a direction perpendicular to the direction of propagation of the wave. ഇനി ഈ വേവ്സിന് ചില ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ ഉണ്ട്, ചില സവിശേഷതകളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സവിശേഷതയാണ് ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആയതി എന്ന് പറയും. അതായത് മീൻ പൊസിഷനിൽ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. മീൻ പൊസിഷൻ ഏതാണ്? ഇവിടുത്തെ മീൻ പൊസിഷൻ ഇതാണല്ലോ. ഈ മീൻ പൊസിഷനിൽ നിന്നും മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലേ? മീൻ പൊസിഷനിൽ നിന്നും മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണ്. ഇങ്ങോട്ടുള്ളത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇങ്ങോട്ടുള്ളത്. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസുമായിട്ടാണ് എടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം മീൻ പൊസിഷനിൽ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നതിന് നമ്മൾ പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ വെച്ചിട്ടാണ്. ആംപ്ലിറ്റ്യൂഡ് എ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഈസ് എ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സവിശേഷതയാണ് ദാറ്റ് ഈസ് എ വേവ് ലെങ്ത്. അതായത് ഒരു വേവ് ഒരു വൈബ്രേഷൻ പൂർത്തിയാക്കാൻ എന്തുമാത്രം ഡിസ്റ്റൻസ് അവിടെ കവർ ചെയ്യുന്നുണ്ട്, ആ ഡിസ്റ്റൻസിനെ പറയുന്നതാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഒരു വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ എന്തോരം വരും? അതായത് ഇവിടെ നിന്നിട്ട് ഇവിടം വരെ വരുമ്പോൾ ഒരു വൈബ്രേഷനായി. മനസ്സിലായല്ലേ? അപ്പോഴല്ലേ ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ പൂർത്തിയാകത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു വൈബ്രേഷന് വേണ്ടി എന്തുമാത്രം ദൂരം വേവ് ട്രാവൽ ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ പറയുന്ന വേവ് ലെങ്ത് എന്ന് പറയും. മനസ്സിലായല്ലേ? വേവ് ലെങ്ത്. ഈ വേവ് ലെങ്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. ഇതിനെ പറയുന്ന ലാംഡ എന്ന് പറയും. ലാംഡ വെച്ചിട്ടാണ് നമ്മൾ വേവ് ലെങ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാമല്ലോ. എത്രയായിരിക്കും വേവ് ലെങ്ത് പറഞ്ഞിരിക്കുന്നത്? അതായത് സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇവിടെ ആയിട്ട് എടുക്കുക. ഇതാണ് വേവ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്നും എന്താണ് ഒരു വേവ് കംപ്ലീറ്റ് ആക്കുന്നത്. ഇത് ഇവിടെ ആകുമ്പോഴാണ് ഒരു വേവ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്നതാണ്
വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടുത്തെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. എത്രയാണ് അപ്പോൾ അടുത്ത ഡിസ്റ്റൻസ്? 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വേവ് കംപ്ലീറ്റ് ആയപ്പം എത്ര ദൂരം അത് ആയി? 4 അല്ലേ, 4 മീറ്റർ ആയി. അപ്പോൾ അവിടുത്തെ വേവ് ലെങ്ത് എത്രയാണ്? 4 മീറ്റർ. മനസ്സിലായി? അപ്പം വേവ് ലെങ്ത് ലാംഡ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ഈ ഫിഗറിൽ? ദാറ്റ് ഈസ് 4 മീറ്റർ ആണ് അവിടുത്തെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലെങ്കിലും പറയാം, ദാറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ട്രഫ് എന്ന് പറയാം. അതായത് അടുത്തടുത്ത 2 ക്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ട്രഫിൻ്റെയോ തമ്മിലുണ്ടാകുന്ന ആ ഡിസ്റ്റൻസ്, അതിൻ്റെ ഇടയിലുള്ള ആ ഡിസ്റ്റൻസിനെ നമ്മൾക്ക് പറയാം വേവ് ലെങ്ത് എന്ന് പറയാം. അതായത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈബ്രേഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ദെൻ അടുത്ത് എത്തുമ്പോൾ എത്രയായി? ഇവിടം വരെ ആകുമ്പോൾ ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ ആയില്ലേ? അപ്പം എന്താണ് ഇത് തമ്മിലുണ്ടാകുന്ന ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നു പകുതിയായി, ദെൻ ഇവിടെ വന്നപ്പോൾ എന്താണ് കംപ്ലീറ്റ് ആയി, ഒരു വൈബ്രേഷൻ പൂർത്തിയായല്ലോ. അപ്പം അത് തമ്മിലുണ്ടാകുന്ന ആ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. അപ്പോൾ വേവ് ലെങ്ത് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ട്രഫ്. അടുത്തടുത്തായിരിക്കണം. ഇതും തമ്മിൽ എന്ന് പറയാൻ പറ്റില്ല. അടുത്തടുത്ത 2 ക്രസ്റ്റോ അല്ലെങ്കിൽ ട്രഫോ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. അപ്പോൾ വേവ് ലെങ്ത് ഈസ് എ ഡിസ്റ്റൻസ് അഡ്വാൻസ്ഡ് ബൈ എ ടൈം ദ പാർട്ടിക്കിൾ കംപ്ലീറ്റ്സ് 1 വൈബ്രേഷൻ. പാർട്ടിക്കിൾ ഒരു വൈബ്രേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഡിസ്റ്റൻസിനെ പറയുന്നതാണ് വേവ് ലെങ്ത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ട്രഫ്. ദാറ്റ് ഈസ് എ വേവ് ലെങ്ത്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ ലാംഡ. അതുപോലെ തന്നെ വേവ് ലെങ്തിൻ്റെ യൂണിറ്റ്, വേവ് ലെങ്ത് എന്നല്ല പറഞ്ഞാൽ, അപ്പോൾ ലെങ്ത് ആണല്ലോ, ഡിസ്റ്റൻസ് അല്ലേ, അപ്പം വേവ് ലെങ്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ഈസ് എ യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത്. നെക്സ്റ്റ് ഈസ് പീരീഡ് ഓഫ് എ വേവ് ഈസ് എ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ ഇരിക്കുന്നു, ഈ പാർട്ടിക്കിൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്ന് ഇതിനെ താഴോട്ടും പോയിട്ട് ഇവിടെ തിരിച്ചു വരാൻ എടുക്കുന്ന ആ സമയം, അപ്പോൾ ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ ആയല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആ കംപ്ലീറ്റ് വൈബ്രേഷൻ എടുക്കുന്ന സമയത്തിന് പറയുന്നതാണ് ദാറ്റ് ഈസ് എ പീരീഡ് ഓഫ് എ വേവ് ഈസ് എ time taken by a particle to complete 1 vibration. That is a time period. It is represented by a letter capital T. ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ് ടൈം പീരീഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ടൈം അല്ല, യൂണിറ്റ് സെക്കൻഡ് ആണ്. യൂണിറ്റ് ഓഫ് ടൈം പീരീഡ് ഈസ് സെക്കൻഡ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ദാറ്റ് ഈസ് ഫ്രീക്വൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ എഫ് വെച്ചിട്ടാണ്. ഫ്രീക്വൻസി ഈസ് എ നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത്. ഫ്രീക്വൻസി ഈസ് എ നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്രമാത്രം വൈബ്രേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്, ഒരു സെക്കൻഡിൽ എത്രമാത്രം വൈബ്രേഷൻ, ആ വൈബ്രേഷൻ ഉണ്ടല്ലോ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആ വൈബ്രേഷൻ്റെ എണ്ണം, ആ ഒരു സെക്കൻഡിൽ എത്രമാത്രം വൈബ്രേഷൻ അവിടെ ഉണ്ട്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ആ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ വൈബ്രേറ്റ് ചെയ്യുന്ന ആ സാധനത്തിൻ്റെ നേച്ചർ പോലെ ഇരിക്കും. ഏതാണോ വൈബ്രേറ്റ് ചെയ്യുന്നത്, അപ്പം ചിലതിന് നല്ല വൈബ്രേഷൻ ഉണ്ടാകും, ഒരു സെക്കൻഡിൽ ഒരുപാട് വൈബ്രേഷൻസ് ഉണ്ടാകും. അപ്പം ദാറ്റ് ഈസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹെർട്സ് എന്ന് പറയും. ഹെർട്സ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് HZ എന്നാണ്. ഹെർട്സ്, യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹെർട്സ്. മനസ്സിലായല്ലോ? അപ്പം ഫ്രീക്വൻസി ഈസ് എ നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എന്തുമാത്രം വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു 1/T എന്ന് എഴുതാം. അപ്പം ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു 1/T. അത് ഫ്രീക്വൻസിയും ടൈം പീരീഡും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് അല്ലേ? നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡ് ടൈം പീരീഡ് നമ്മൾ പറഞ്ഞു, ഒരു വൈബ്രേഷൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞു. അപ്പം ഫ്രീക്വൻസിയും ടൈം പീരീഡ് നമുക്ക് റിലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു 1/T. That is the frequency. Frequency is a number of vibration in second. Its unit of frequency is hertz. Hertz is the unit of frequency. Next characteristic is the speed of a wave. അഞ്ചാമത്തെ characteristics ആണ് speed. വേവിൻ്റെ സ്പീഡ്. നമുക്കറിയാം സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ യൂണിറ്റ് ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്നതാണ് സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്പീഡ് ഓഫ് എ വേവ്, ഒരു വേവിൻ്റെ കേസിൽ സ്പീഡ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ സ്പീഡ് ഓഫ് എ വേവ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ വേവ് എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? വേവിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്
സ്പീഡും നമുക്കറിയാം. അപ്പോൾ വേവിൻ്റെ കേസിൽ ഒരു സെക്കൻഡിൽ എത്രമാത്രം ഡിസ്റ്റൻസ് വേവ് ട്രാവൽ ചെയ്യുന്നുണ്ട് അതാണ് സ്പീഡ് ഓഫ് എ വേവ് എന്ന് പറയുന്നത്. വേവിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ഒരു പീരീഡ് സമയം കൊണ്ട് വേവ് സഞ്ചരിക്കുന്ന ദൂരം ഏതാണ്? വേവ് ലെങ്ത് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സ്പീഡിനെ നമ്മൾ വി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് ഏതാണ്? വേവ് ലെങ്ത് ആണ്. ദെൻ ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ടൈം പീരീഡുമാണ്. അപ്പം ദിസ് ഈസ് എ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് സ്പീഡ് ഓഫ് എ വേവ്. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ടി. മനസ്സിലായില്ലേ? വി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ടി. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ടി നമുക്ക് എഴുതാം വി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ടി ആണ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 1/t ഇൻറ്റു ലാംഡ എന്ന് എഴുതാമല്ലോ. ഇക്വേഷനെ 1/t ഇൻറ്റു ലാംഡ എന്ന് എഴുതാം. നമുക്കറിയാം 1/t ഇൻറ്റു ലാംഡ എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീക്വൻസി എഫ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും? ഈ 1/tക്ക് വരും നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു എഫ് എന്ന് എഴുതാം. 1/tക്ക് വരും എഫ് എന്ന് എഴുതാം. എഫ് ലാംഡ. മനസ്സിലായി? അപ്പോൾ വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. വി എന്ന് വെച്ചാൽ എന്താണ്? സ്പീഡ് ഓഫ് എ വേവ്. വേവിൻ്റെ സ്പീഡും ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വേവിൻ്റെ സ്പീഡും ടൈം പീരീഡും തമ്മിൽ റിലേഷൻ ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ടി ഓർ വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് എ സ്പീഡ് ഓഫ് എ വേവ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഏതൊക്കെയാണ്? ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, മീൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എ വെച്ചിട്ടാണ്. ദെൻ വേവ് ലെന്ത്. വേവ് ലെന്ത് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വൈബ്രേഷൻ പൂർത്തീകരിക്കാൻ എടുക്കുന്ന ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെ പറയുന്നതാണ് വേവ് ലെന്ത് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ലാംഡ ആണ്. അല്ലെങ്കിൽ പറയാം ക്രസ്റ്റും ട്രഫും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ്, അതിനെ നമുക്ക് വേവ് ലെന്ത് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈബ്രേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് വൈബ്രേഷൻ ഇൻ സെക്കൻഡ്. 1 സെക്കൻഡിൽ എന്തുമാത്രം വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട് അതാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു 1/t. Another characteristic is the speed of a wave. That is speed v ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. v is equal to lambda by t or speed of a wave can be represented by v is equal to f into lambda. ഈ ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കുക. ഇതൊക്കെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ചോദിക്കാനുണ്ട് കേട്ടോ. അപ്പം ഇതാണ് വേവ്സിൻ്റെ സവിശേഷതകൾ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ്. ആംപ്ലിറ്റ്യൂഡ്. Amplitude is the maximum displacement of a particle from its mean position. This is denoted by the letter small a. Wavelength. Wavelength is the distance advanced by the wave by the time a particle completes one vibration. This is equivalent to the distance between two consecutive particles which are in the same phase of vibration. This is denoted by a letter lambda. The unit of wavelength is meter. Period. Period of a wave is the time taken for a particle in a medium to make one complete vibration. This is represented by the letter capital T. The unit of period is second. Frequency. Frequency is the number of vibrations in 1 second. Frequency F is equal to number of vibrations divided by time taken. If frequency and period are interrelated, we can write it down as F is equal to 1/t. The unit of frequency is hertz. Speed of a wave. The speed of a wave is the distance travelled by the wave in 1 second. Speed of wave is equal to lambda by t or v is equal to 1/t into lambda or v is equal to f lambda. The unit of speed is meter per second. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വേവ്സിനെ കുറിച്ചാണ്. വേവ്സിനെ കുറിച്ച് ബേസിക് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. വേവ്സ് 2 തരത്തിലുണ്ടെന്ന് പഠിച്ചു. ദാറ്റ് ഈസ് മെക്കാനിക്കൽ വേവ്സ് ആൻഡ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതിലെ മെക്കാനിക്കൽ വേവ്സിലെ നമുക്ക് പിന്നെയും 2 ആയിട്ട് തരംതിരിക്കാം. ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്. അതിലെ ട്രാൻസ്വേഴ്സ് വേവ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് അവിടെ ഉണ്ടാകുന്ന വൈബ്രേഷൻ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്സ്. ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് വേവ്സ്. ആ ട്രാൻസ്വേഴ്സ് വേവ് പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, വേവ് ലെന്ത് ഉണ്ട്, ടൈം പീരീഡ്, ഫ്രീക്വൻസി, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് എ വേവ്. ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് ഫ്രീക്വൻസി 1/t, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് എ വേവ് v is equal to f lambda. ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂണൽ വേവ്സും അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.